എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സുദീപ് കാർഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് മുൻപാണ് ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ട് ഒപ്റ്റിമസ് നടക്കുന്നതിന്റെയും മറ്റും പുതിയ വീഡിയോകളും ചിത്രങ്ങളും ഇലോൺ മസ്ക് പുറത്തുവിട്ടത്. ഒപ്റ്റിമസിനെ കാണുമ്പോൾ പേടിയായെന്നു പലരും പറഞ്ഞെങ്കിലും ഈ റോബോട്ട് ഭാവിയിൽ മനുഷ്യരുടെ പല ജോലികളും ചെയ്യുമത്രേ. മണിച്ചിത്രത്താഴിലെ ഡാക്ടർ സണ്ണി പറയുന്നതുപോലെ മറ്റാരും പോകാത്ത വഴികളിലൂടെയൊക്കെ പോകുന്ന ശതകോടീശ്വരനാണ് ഇലോൺ മസ്ക്. ഓരോ നിമിഷവും ഓരോ തീരുമാനമെടുത്ത് ലോകത്തെ ഞെട്ടിക്കുന്നയാൾ. ട്വിറ്ററിനെ അപ്രതീക്ഷിതമായി ഏറ്റെടുത്ത ശേഷം ഏറെ പ്രശസ്തമായ അതിൻ്റെ പേര് നൊടിയിടയിലാണ് മസ്ക് മാറ്റിയത്. ഇപ്പോഴിതാ അടുത്ത ഞെട്ടിപ്പിക്കലുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മസ്ക്. മനുഷ്യന്റെ തലച്ചോറിലെ ചിന്തകളും വിവരങ്ങളുമൊക്കെ ശേഖരിക്കാനുള്ള ടെലിപ്പതി എന്ന സാങ്കേതികവിദ്യയുടെ ആദ്യഘട്ടം മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനി വിജയമാക്കിയ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. ഇനി മനസ്സിലുള്ള വിവരങ്ങളും ക്ലൗഡിലെത്തുമോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം ഭാവിയിലെ ചൊവ്വ കോളനിയിലേക്ക് 10 ലക്ഷം പേരെ കൊണ്ടുപോകുമെന്നു പ്രഖ്യാപിക്കുകയും ചെയ്തു. സാങ്കേതിക ലോകത്ത് ഒരു ഭ്രമയുഗം തീർത്തിരിക്കുകയാണ് മസ്ക്. സ്വപ്നങ്ങൾക്കപ്പുറത്തുള്ള സ്വപ്നങ്ങളുണ്ടെങ്കിൽ അതായിരിക്കും ഇലോൺ മസ്ക് കാണുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. 2018 തന്റെ ബഹിരാകാശ മേഖലാ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ ഹെവി എന്ന റോക്കറ്റ് വിക്ഷേപിച്ചപ്പോൾ ടെസ്ല റോഡ്സ്റ്റർ എന്ന ആരും കുതിക്കുന്ന കാറും ബഹിരാകാശത്തേക്ക് അയച്ചു മസ്ക്. ഈ കാർ ഇപ്പോഴും ബഹിരാകാശത്ത് ചുറ്റിക്കറങ്ങുന്നു. ഒരു സാധാരണ ധനികന്റെ രീതികളൊന്നുമല്ല മസ്കിൻ. അദ്ദേഹം വിഭാവനം ചെയ്യുന്ന ലോകം ഭ്രമിപ്പിക്കുന്നതാണ്. ലോകമെമ്പാടും പല തലമുറകളിലുള്ള ആളുകളെ മസ്കിലേക്ക് ആകർഷിച്ചതും ഈ രീതി തന്നെ. തന്റെ പേരിലുണ്ടായിരുന്ന അവസാന വീടും വസ്തുവും 210 കോടി രൂപയ്ക്ക് മസ്ക് ഇടയ്ക്ക് വിറ്റു. ചൊവ്വയിൽ ഒരു കോളനി സ്ഥാപിക്കാനായി തന്റെ വീടുകളും വസ്തുവകളും വിൽക്കുമെന്ന് കുറെ കാലം പറഞ്ഞു നടന്നിട്ടാണ് വിറ്റത്. 16,000 ചതുരശ്രയടി വിസ്തീർണമുള്ള ഈ ബംഗ്ലാവിൽ 9 കിടപ്പുമുറികളും 10 ബാത്റൂമുകളുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക് 2050 ചൊവ്വയിൽ 10 ലക്ഷം പേരുടെ ഒരു കോളനി സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനായുള്ള ധനസമാഹരണത്തിനാണ് $10 കോടി മൂല്യമുള്ള തന്റെ റിയൽ എസ്റ്റേറ്റ് സ്വത്തുക്കൾ മസ്ക് വിൽക്കാൻ തുടങ്ങിയത്. കോളനി സ്ഥാപിച്ച ശേഷം ചൊവ്വയിൽ ഒരു നഗരം പണിയണമെന്നൊക്കെയാണ് മസ്കിന്റെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. അതിനായി സന്നാഹങ്ങളും ഒരുക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പുനരുപയോഗ സാധ്യതയുള്ള റോക്കറ്റ് സ്റ്റാർഷിപ്പ് മികച്ച ഉദാഹരണം. മസ്കിന്റെ ഭ്രമലോകത്തിൽ ഭൂമിയിൽ മാത്രമായിരിക്കില്ല മനുഷ്യർ താമസിക്കുന്നത്. സൗരയൂഥത്തിലെ വിവിധയിടങ്ങളിൽ മനുഷ്യരുടെ കോളനികളുണ്ടാകും. സ്റ്റാർഷിപ്പ് പോലുള്ള വമ്പൻ റോക്കറ്റുകൾ ഭൂമിയിൽ നിന്ന് ആളുകളെ അങ്ങോട്ടെത്തിക്കും. ഇതേ സ്റ്റാർഷിപ്പ് തന്നെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് മിന്നൽ വേഗത്തിൽ ആളുകളെ എത്തിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ കൊച്ചിയിലെത്താം. ലോകത്തെവിടെ ഏതു രാജ്യത്തും ജോലി ചെയ്യാനും അവിടെ പോയി താമസിക്കേണ്ട കാര്യമൊന്നുമില്ല. ദക്ഷിണാഫ്രിക്കയിലെ പ്രിട്ടോറിയയിൽ 1971 ജൂൺ 28 മസ്ക് ജനിച്ചത്. പകൽ സ്വപ്നങ്ങളിൽ മുഴുകിയ ബാല്യം മസ്കിനെ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾക്കിടയിൽ പരിഹാസപാത്രമാക്കി. മസ്കിൻ എന്തോ കുഴപ്പമുണ്ടെന്നു കരുതി രക്ഷിതാക്കൾ വൈദ്യപരിശോധന വരെ നടത്തി. 1989 അദ്ദേഹം കാനഡയിലേക്ക് ഡിഗ്രി പഠിക്കാനായി യാത്രയായി. തുടർന്ന് 1992 തന്റെ സ്വപ്നരാജ്യമായ അമേരിക്കയിൽ എത്തിച്ചേരുകയും അവിടെ പെൻസിൽവേനിയ സർവകലാശാലയിൽ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു. അമേരിക്കയിലെ പഠനനാളുകളിൽ പ്രതിദിനം $1 മാത്രമായിരുന്നു മസ്ക് ചെലവാക്കിയത്. ഓറഞ്ചുകളായിരുന്നു പ്രധാന ആഹാരം. ഒട്ടേറെ വിപ്ലവകരമായ സാങ്കേതിക വിദ്യകൾക്ക് മസ്ക് പണം മുടക്കിയിട്ടുണ്ട്. അതിൽ പ്രധാനമാണ് ഹൈപ്പർ ലൂപ്പ്. മണിക്കൂറിൽ 1000 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കുമെന്ന് കരുതപ്പെടുന്ന ട്യൂബ് ഗതാഗത സംവിധാനമാണിത്. വൻകിട ട്രെഞ്ചിങ് ജോലികൾക്കായി ബോറിംഗ് എന്ന കമ്പനിയും മസ്കിന്റെ ഉടമസ്ഥതയിലുണ്ട്.